1/4 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്, അത് വറുത്തെടുക്കാം. സേമിയ പാനിൽ നിന്ന് മാറ്റാം. 1/4 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അരിപ്പൊടി പാനിൽ നിന്ന് മാറ്റാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ചിരകിയ നാളികേരം ചൂടാവുമ്പോൾ പൊടിച്ച 1/2 കപ്പ് ശർക്കര ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സ് ചെയ്ത് വെക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് ശർക്കര നല്ലോണം മെൽറ്റ് ആക്കി എടുക്കാം. ശർക്കര നല്ലോണം മെൽറ്റ് ആയതും ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 2 മണി ജീരകം, 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/2 ടീസ്പൂൺ നെയ്യ്, നമ്മൾ വറുത്ത് വെച്ചേക്കണ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തോളൂട്ടാ, കട്ടകൾ വരാണ്ട്. 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാല് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കണ സേമിയ ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. കൊഴുക്കട്ട വെന്തുണ്ടാവും കേട്ടോ. നമുക്ക് തുറക്കാം. ഇതൊന്ന് തണുക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട കേട്ടോ. ഒരു വെറൈറ്റിയും കൂടിയ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.